യോഗ്യതകൾ മറികടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിയമനങ്ങൾ തുടരുന്നു. SIT ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചത് ലാബ് അസിസ്റ്റന്റിനെ. സിമാറ്റിൽ യോഗ്യത മറികടന്ന് വിരമിച്ച അധ്യാപകനെ നിയമിക്കുവാനും നീക്കം. SSKയിലെ വിവാദ നിയമനത്തിന് പിന്നാലെയാണ് പുതിയ ഈ നിയമനങ്ങളും. UDF സർക്കാർ ചുമതലയേറ്റത് മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത പദവികളിലേക്കുള്ള നിയമനങ്ങൾ വിവാദത്തിലാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്നാണ് പല നിയമനങ്ങളും നടന്നത്. SIT ഡയറക്ടർ നിയമനമാണ് ഇപ്പോൾ വിവാദമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പാഠഭാഗങ്ങളുടെ ഡിജിറ്റലൈസേഷൻ ചുമതലയുള്ള സ്ഥാനമാണ് SIT ഡയറക്ടറുടേത്. അധ്യാപന യോഗ്യതകൾ മറികടന്ന് പോളിടെക്നിക് ലാബ് അസിസ്റ്റന്റിനെയാണ് ഡയറക്ടർ പദവിയിലേക്ക് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലുള്ള സിബി മുഹമ്മദിനെയാണ് ഡയറക്ടറായി നിയമിച്ചത്. ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിച്ച പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചത് എന്നതാണ് വിചിത്രം. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നതും SIT ആണ്. സമാനമായ രീതിയിൽ മാനദണ്ഡം മറികടന്ന് സിമാറ്റിലും നിയമന നീക്കം നടക്കുന്നുണ്ട്. ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും മറികടന്ന് ഡയറക്ടർ നിയമനം നടത്താനാണ് നീക്കം. സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപക യോഗ്യത മാത്രമുള്ള ആളെ നിയമിക്കാനാണ് തിരക്കിട്ട നീക്കം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നത്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ DEOമാർ വരെയും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പദവിയിലും ഉള്ളവർക്ക് വരെ പരിശീലനം നൽകുന്നതാണ് സിമാറ്റ് ഡയറക്ടർ. ആ സ്ഥാനത്തേക്കാണ് വെറും അധ്യാപന പരിചയമുള്ള വ്യക്തിയെ നിയമിക്കാനായി നീക്കം നടക്കുന്നത്. കോൺഗ്രസ് ലീഗ് അനുകൂല അധ്യാപക സംഘടനാ നേതാക്കൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ നിയമനങ്ങളിൽ വലിയ അതൃപ്തിയാണുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.